സ്വർഗത്തിൽ നിനക്ക് എത്ര കിട്ടിയാ നീ ജയിക്കും? സ്വർഗത്തില് നമ്മുടെ പാസ് മാർക്ക് എത്രയാണെന്ന്? സ്വർഗത്തില് നമ്മൾ ജയിക്കുന്ന പാസ് മാർക്കിന്റെ പേര് ക്രിസ്തു എന്നാണ്. നീ ക്രിസ്തുവിനെ പോലെ ആയെങ്കിൽ നീ ജയിച്ചു, നീ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നീ തോറ്റു. വിശുദ്ധിയുടെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ നീ ക്രിസ്തുവിനെ പോലെ ആയിട്ടുണ്ടെങ്കിൽ നീ ജയിച്ചു, ആയിട്ടില്ലെങ്കിൽ നീ തോറ്റു. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. നമ്മൾ ഈശോയെ കണ്ടുമുട്ടി അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, ഈശോയെ പോലെ ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ തോക്കാതിരിക്കാനുള്ളൊരു പാഠമാണ് ഈ ആലയത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പാഠശാലയാണ്. എപ്രകാരം ഈശോയുടെ സ്നേഹിതരായി തീരാം, ഈശോയെ പോലെ, ഈശോയെ കണ്ടുമുട്ടിക്കൊണ്ട് ഈശോയെ പോലെ ആയിത്തീരാമെന്ന് പഠിക്കുക മാത്രമല്ല, അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആയിത്തീരുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമിംഗ് സെന്ററാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂടാരമാണ് ഈ പുണ്യഭൂമി, ഈ ആലയം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മെ നിത്യതയ്ക്ക് അർഹതയുള്ളവരാക്കി തീർക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ. ഈ ലോകത്തിലുള്ള ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുക എന്നതല്ല ഈ ആലയത്തിന്റെ പരമപ്രധാനമായ ദൗത്യം. ഈ ശുശ്രൂഷയുടെ ദൗത്യം അതല്ല. ഈ വചന ശുശ്രൂഷ അങ്ങനെയാണെങ്കിൽ ഈ വചന ശുശ്രൂഷ അർത്ഥമില്ല. നമ്മുടെ പരമപ്രധാനമായ കാര്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നമ്മള് സ്വർഗത്തിന് അനുരൂപരായി തീരുക. സ്വർഗത്തിലെ ഒന്നിനും കുറവുണ്ടാകാതെ നമ്മെ നയിക്കുന്ന ഇടയൻ കർത്താവിന്റെ ഇടയനാകുന്നു. എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ നയിക്കുന്ന, നമ്മെ നല്ല വഴിക്ക് നയിക്കുന്നവന്റെ സ്വരം കേൾക്കുക, അവനെ അനുഗമിക്കുക, അവനുമായി ബന്ധത്തിലായിരിക്കുക, അവന്റെ കരം പിടിച്ച് നടക്കുക, അവനെ സ്നേഹിച്ച് നടക്കുക.